എല്ലാവർക്കും സുപ്രഭാതം. തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുകയാണ്. നമ്മുടെ ഇടവക കുടുംബത്തെ മുഴുവനായിട്ടും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായും 2020 ആണ്ട് ആയപ്പോഴേക്കും വിവാഹ ജീവിതത്തിൽ 25 വർഷവും 50 വർഷവും പിന്നിടുന്ന ദമ്പതികളെ നമ്മളിന്ന് രാവിലത്തെ കുർബാനയ്ക്ക് അവരെ ആദരിച്ചു. അവർക്ക് വേണ്ടിയിട്ടാണ് രാവിലെ കുർബാന അർപ്പിച്ചതും അവരതിൽ പങ്കുചേർന്ന് നമ്മളവരെ ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അവരെ ഓർക്കാൻ വീണ്ടും. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന 4 വ്യക്തികളാണ് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും ഉള്ളത്. ജോമോൻ മലമേൽ പുലക്കാവിൽ, മാത്തച്ചൻ ആഞ്ഞിരിക്കൽ, പോൾ തെക്കേ കാനാട്ട്, തങ്കമ്മ പുന്നപ്പുഴ. ഇവരെ നമുക്ക് പ്രത്യേകമായി ഓർക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അവരോടൊപ്പം നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ബലി ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുവാനുള്ള കൃപ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നമുക്ക് വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോകാൻ പൂർണ്ണതയോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാൽ സുരത്തെ നഷ്ടപ്പെടുത്തി അർഹതയായി ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാര സഹായത്താൽ പാപസാഹചര്യം വീശുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യാതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും അവൻ വഴി കൃപയും സത്യവും പ്രാപിക്കുവാൻ ഞങ്ങളെ അയോഗ്യരാക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കർത്താവും മഹാപുരോഹിതനുമായ ഈശോ മിശിഹ ഫലമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയ്ക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരെ, ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന 44 അധ്യായം 28 മുതൽ 45 അധ്യായം 4 വരെ വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണവൻ. അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടണമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നു കിടക്കുന്നതിനും വേണ്ടി ആരുടെ വലത് കൈത്താൽ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷക്തനായ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ദൈവമായ കർത്താവിന്റെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങൾ ശ്രമിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും പരിശുദ്ധാമയെ പോലെ വചനത്തെ സ്വീകരിച്ച് 100 മേനി ഫലം നൽകുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അധ്യായം 3 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപുറം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5, 13 മുതലുള്ള തിരുവചനങ്ങൾ. ഇന്ന് നമ്മുടെ മലയാളക്കരയിലെ ഒരു വിശുദ്ധനെ നമ്മൾ ഓർക്കുകയാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ വചനവും സ്വീകരിച്ച് ആ വചനം ദൈവമക്കളുമായിട്ട് പങ്കുവെച്ച് വചനാധിഷ്ഠിതമായി ജീവിതം നയിച്ച് തൻ്റെ ചുറ്റുമുള്ളവർക്ക് ആശ്വാസമായി അത്താണിയായി തീർന്ന ഒടുവിൽ തമ്പുരാന് ഏറ്റവും പ്രിയങ്കരനായി ജീവിച്ച് വിശുദ്ധിയുടെ സോപാനങ്ങളിലേക്ക് എത്തിയ ആ വിശുദ്ധനെ നമ്മൾ ഓർക്കുമ്പോൾ ഇന്നത്തെ വചനഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ സ്ഥലപ്രവൃത്തികൾ കണ്ട് മനുഷ്യർ നിങ്ങളെ തിരിച്ച് അറിയേണ്ടതിന് നിങ്ങളുടെ പ്രകാശം ലോകത്തിന് മുന്നിൽ പ്രകാശിക്കട്ടെ എന്ന്. 5-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിത അനുഭവങ്ങളെ എപ്രകാരം നമ്മൾ സ്വീകരിക്കുന്നു അതിനനുസരിച്ച് തമ്പുരാൻ നമുക്ക് പ്രതിഫലം നൽകുമെന്ന്, ദുഃഖം പിന്നീട് സന്തോഷമായി മാറുമെന്ന്. ഒരുപക്ഷേ ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളെ നല്ല മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് തമ്പുരാൻ ഏറ്റവും പ്രീതികരമായി അത് നമുക്ക് അനുഗ്രഹമായി തിരിച്ചു നൽകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ദൈവമാണ്, ഭൂമിയുടെ ഉപ്പാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉപ്പ് നമുക്കറിയാം രുചി പകരുവാനും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രകാശം നമുക്കറിയാം അത് ഇരുട്ടിനെ മാറ്റുന്നു, അന്ധകാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമ്മളെ നയിക്കുന്ന പ്രകാശം. ലോകത്തിൽ പ്രകാശമായി ഉപ്പായി മാറിയ ഒരു വ്യക്തിയെ നമ്മളിന്ന് സഭയിൽ ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളക്കരയിൽ ജീവിച്ച് മരിച്ച് വിശുദ്ധരായി തീർന്ന ആ ചാവറ കുര്യാക്കോസത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഈ തിരുവചനം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ചും നമ്മളിപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന തിരുവചനം നമ്മിൽ സാർത്ഥകമാകുവാനായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയും വെളിച്ചവും പ്രകാശവുമായി ഉപ്പായി പ്രകാശമായി നമ്മുടെ ജീവിതങ്ങൾ മാറാൻ നമുക്ക് ഇടയാക്കണം. അതിന് യേശുവാകുന്ന ആ വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണം. അപ്രകാരം സ്വീകരിച്ച സ്വർഗീയ വിശുദ്ധരെ പോലെ നമുക്കും ജീവിക്കുവാൻ, യേശോയുടെ പ്രകാശം കൊണ്ട് നിറയുവാൻ, ആ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് വേണ്ട അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ശ്രമിക്കാം. 5-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകിട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറക്കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തിയ ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന് മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സ്ഥലപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥരായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചുകൊണ്ട് സകലനീതിയും പൂർത്തിയാക്കിയ മിശിഹായെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട പുത്രസ്വീകരണത്തിൻ്റെ അരൂപിയിൽ അയൽക്കാരെ സ്നേഹിക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാസനെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും അതിരൂപത അധ്യക്ഷനായ മാർ ആന്റണി കരിയേൽ മെത്രാനെയും മറ്റു മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദിസായും ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്തീയ സഭാവിഭാഗങ്ങളും ഒന്നായി തീരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മുന്നോടിയായ യോഹന്നാനെ പോലെ ഞങ്ങൾ സത്യത്തിന്റെ സാക്ഷികളും പരിത്യാഗത്തിന്റെ മാതൃകളുമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദിസ വഴി അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ദിനകാലത്തിൽ ഞങ്ങൾ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറയട്ടെ. മാമോദിസയുടെ ഫലങ്ങൾ ഞങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുകയും അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയെ അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആചാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിപ്പെടാത്തവനും ഏകാർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സദൈവത്തിൽ നിന്നുള്ള സദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലും മാമോദീസായും ശരീരത്തിന്റെ ഇറപ്പും നിത്യായുസ്യങ്ങളെ തുടരുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തിൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും പുറത്ത വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം ആശംസിക്കുന്നു.
മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തും ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അലസതയിലും വിദ്വേഷത്തിലും ആത്മീയ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും ശ്രപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കടകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. അവശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ചികിത്സിക്കുന്ന ആതുര ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആരോഗ്യപാലകരെയും മറ്റു ആരോഗ്യ പ്രവർത്തകരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും കോവിഡ് രോഗം മൂലവും മറ്റുള്ള രോഗങ്ങളാലുമൊക്കെ മൺമറഞ്ഞു പോയിട്ടുള്ള ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരങ്ങളുടെയും ആനുശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും 2020 വിവാഹ ജീവിതത്തിൻ്റെ 25 വർഷവും 50 വർഷവും ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിറവിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപത്തിൻ്റെ തിന്മയുടെ ആകർഷണങ്ങൾ അവയിൽ നിന്നെല്ലാം അകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ കൃപകളാൽ ഫലങ്ങളാൽ നിറച്ച് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേഘയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കൃപാനയിലൂടെ നാമസത്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. സ്വർഗ്ഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗ്ഗസമ്മാനമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗ്ഗസമ്മാനമേ, ഇപ്പോഴും ഇപ്പോഴും എന്നേരവും ആരാധന അങ്ങേയ്ക്ക് ആരാധന. ഇപ്പോഴും ഇപ്പോഴും എന്നേരവും ആരാധന അങ്ങേയ്ക്ക് ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈശോ ഇതായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഏതെങ്കിലും വരുവാനായിട്ട് ഒരുങ്ങുന്നു. നമ്മുടെ എല്ലാ കുറവുകളും പോരായ്മകളും അവിടുന്ന് പരിഹരിച്ചുകൊണ്ടാണ്, അതെല്ലാം ക്ഷമിച്ചുകൊണ്ടാണ് ഈശോ ഇതായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഏതെങ്കിലും വരിക. എങ്കിലും പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മുടെ പാപവസ്ഥകളെക്കുറിച്ച് നമ്മൾ അനുതപിച്ച് തമ്പുരാൻ സന്നിധിയിൽ നമ്മളത് ഏറ്റുപറയുമ്പോൾ അവിടുന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതാ പൊതുവായിട്ടുള്ള പാപമോചനം നൽകുകയാണ്. നമുക്ക് ഈശോയുടെ ആ സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ എല്ലാ കുറവുകളും അവിടുത്തെ മുമ്പിൽ നമുക്ക് തുറന്നു കാട്ടുവാൻ, ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുവാൻ, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തോടു കൂടിയായിരിക്കുവാനും അവിടുത്തെ സമാധാനം ആസ്വദിക്കുവാനും കഴിയട്ടെ. തൻ്റെ ശിഷ്യന്മാരെ അവിടുത്തെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കും ഇരുകരങ്ങളും നീട്ടി ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഏറ്റുചൊല്ലി ഈശോയെ സ്വീകരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വർഗത്തിൽ ഒരു സ്വരമാസിലെ കൊണ്ടു ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ലോകരക്ഷകനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ചാരാധിക്കാം.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ജലത്താലും അരൂപിയാലും നാം മിശിഹായുടെ മൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീര രക്തവും നമ്മെ പരിപോഷിപ്പിക്കട്ടെ. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുകയില്ലാത്ത ഈ സാഹചര്യത്തിൽ പശ്ചാത്താപത്തോടുകൂടി നമ്മുടെ തെറ്റുകളും ഹൃദയങ്ങളിൽ അനുദപിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോൾ ഈശോ ക്ഷമിച്ച് ഈശോയെ സ്വീകരിക്കുവാൻ ആഗ്രഹത്താലുള്ള അരൂപിലുള്ള ദിവ്യകാർഡ് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കൊണ്ട് ഭവനങ്ങളിലുള്ളവർ അരൂപിക്കടുത്ത ദിവ്യകാർഡ് സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങ് എന്നിൽ നിന്നും അകന്നു പോകരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയുടെ ശരീരവും രക്തവും കടകട പ്രതിക്കുന്ന ജീവനും കടമായി തീരട്ടെ. ആമേൻ.
ഏതാനും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മതബോധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയുവാനുള്ളത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ടെസ്റ്റ് നടക്കുകയാണ്. വേദപാഠത്തിൻ്റെ 11:30 മണിക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കുട്ടികളും ഒരുങ്ങി ആ ക്ലാസ് ടെസ്റ്റിന് പങ്കെടുക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. 1 മുതൽ 9 വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസ് ടെസ്റ്റ് അടുത്ത ഞായറാഴ്ചയാണ് ഇതേ സമയത്ത് നടക്കുക. അതിനനുസരിച്ച് ആ കുട്ടികളും ഒരുങ്ങണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 10 ഡിപ്ലോമ 1, 2 വർഷക്കാരുടെ വാർഷിക പരീക്ഷ, വർഷാവസാന പരീക്ഷ ഈ മാസം 31-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്കുള്ള വാർഷിക പരീക്ഷ ഫെബ്രുവരി മാസം 21-ാം തീയതി നടക്കും എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പാഠഭാഗങ്ങൾ 13, 14, 15 ചാപ്റ്റേഴ്സ് കൂടാതെ നമസ്കാരങ്ങളും ദൈവവചനങ്ങളുമാണ്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ ഒരുക്കുവാൻ മാതാപിതാക്കന്മാരും ഒരുങ്ങുവാൻ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ക്ലാസ് നോട്ട്സ് ഇതുവരെയും ഇനി പൂർത്തിയായിട്ട് അയച്ചു കൊടുത്തിട്ടില്ലാത്ത കുട്ടികൾ ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വയ്ക്കുക. ഇന്ന് നെറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നാളെ 10 മണിക്ക് മുമ്പ്. ഇത് കഴിഞ്ഞാൽ വാർഷിക പരീക്ഷ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ നടക്കുന്നു. കുട്ടികളുടെ അറ്റൻഡൻസ് തീരുമാനം ഈ മാസം അവസാനത്തോടു കൂടി ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും വിജയ പരാജയങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ നോട്ട്സ് അയച്ചു കൊടുക്കാത്തവർക്ക്, ഇത് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റ് നൽകുകയാണ്. ഇനി ടിക്കറ്റ് പോകാൻ പറ്റത്തില്ല, അയച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ സ്കൂളിലെ പരീക്ഷയൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിൽ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാപിതാക്കന്മാരും ഈ കാര്യം ഗൗരവത്തോടെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഭവനങ്ങളിലായിരുന്നത് കൊണ്ട് തന്നെ നടത്തിയ അല്ലെങ്കിൽ പങ്കെടുപ്പിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികൾ താഴെ പറയുന്നവരാണ്. കരോൾ ഗാന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയത് ജൂഡിറ്റ് ഡെനിച്ചൻ ആൻഡ് പാർട്ടിയാണ്. സെക്കൻഡ് കിട്ടിയത് സാറ ജയൻ ആൻഡ് പാർട്ടിയാണ്. തേർഡ് കിട്ടിയിരിക്കുന്നത് സ്വേജ മോൾ ആൻഡ് പാർട്ടിയാണ്. ടാബ്ലോ മത്സരത്തിൽ 1ാം സമ്മാനം 2 വ്യക്തികൾക്കാണുള്ളത്. ബെൻ ജോൺസൺ ആൻഡ് പാർട്ടി 1, രണ്ടാമത്തെ ടീം സാറ ജയൻ ആൻഡ് പാർട്ടി. ഇവർക്ക് 2 ടീമിനാണ് 2 സമ്മാനങ്ങൾ ഫസ്റ്റ് ഉണ്ട് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ഏഞ്ചൽ സിബി ആൻഡ് പാർട്ടിക്കാണ് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി ക്വിസ് ക്രിസ്മസിൻ്റെ ചോദ്യങ്ങൾ, അതിൽ പങ്കെടുത്തവരിൽ ജയൻ പോത്തപ്പറമ്പിൽ 1ാം സ്ഥാനവും, അതായത് 30 ചോദ്യങ്ങൾ ചോദിച്ചതിൽ 29 ശരി ഉത്തരം പറഞ്ഞു, 29 മാർക്ക് അങ്ങനെ നേടി 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് തോമസ് പോത്തപ്പറമ്പിലാണ്. 30 ചോദ്യങ്ങളിൽ 28 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി 28 മാർക്ക് നേടി 2ാം സ്ഥാനത്തും കിട്ടിയിട്ടുണ്ട്. സമ്മാന അർഹരായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി പറയുന്നു. ഇവർക്കുള്ള സമ്മാനങ്ങൾ അടുത്ത ഞായറാഴ്ച രാവിലെ നടക്കുന്ന കുർബാനയോടനുബന്ധിച്ച് നൽകുന്നതായിരിക്കും എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. ചില കുട്ടികൾക്ക് സമ്മാനങ്ങൾ അവർ വരാതിരുന്നത് കൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ആ കുട്ടികൾക്ക് ലാസ്റ്റ് ഡേറ്റ്, ആ കുട്ടികൾ ഡൊമിസാറിൻ്റെ അടുത്തുനിന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ഇത് ഇന്നും കൂടി വാങ്ങിച്ചില്ല എങ്കിൽ അവർക്ക് സമ്മാനം പിന്നീട് കൊടുക്കുന്നതല്ല, കിട്ടുന്നതല്ല, അത് ക്യാൻസൽ ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇനിയുള്ള കുർബാനയുടെ ലൈവ് പ്രോഗ്രാം ഇപ്പോൾ ഒത്തിരി ഇളവുകളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇനി ലൈവ് പ്രോഗ്രാം കുർബാനയുടേത് നമ്മൾ നിർത്തിവെക്കുന്നു എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും 4 യൂണിറ്റുകൾ വീതം നമ്മുടെ ഇടവക പള്ളിയിലും 2 യൂണിറ്റുകൾ കാട്ടിക്കുന്ന് കുരിശുപള്ളിയിലുമാണ് പങ്കെടുക്കേണ്ടത്. ദിവ്യബലിക്ക് രാവിലത്തെ കുർബാനയ്ക്ക് 4 യൂണിറ്റുകൾ, അതിൽ നിന്ന് 30 പേര് വരെ പങ്കെടുക്കാം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഓരോ യൂണിറ്റുകൾ നല്ല
ഓരോ യൂണിറ്റിൽ നിന്നുമായിട്ട് 30 പേര് വരെ പങ്കെടുക്കാം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പള്ളിയകത്ത് 106 പേർക്ക് ഇരിക്കുവാനുള്ള സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ അകലത്ത് തന്നെ ഇരിക്കുവാനുള്ള ക്രമീകരിച്ചിട്ടുണ്ട്. പോരാതെ വന്നാൽ പുറത്ത് ആളുകൾക്ക് നിൽക്കാവുന്നതാണ്. അതുകൊണ്ട് കുർബാനയ്ക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഇനി കുട്ടികൾക്ക് ഓൺലൈനിൽ കുർബാനയും അതുപോലെ തന്നെ വേദപാഠവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഞായറാഴ്ചകളിൽ അവർക്ക് ലൈവ് പ്രോഗ്രാമൊന്നും ഓൺലൈനിൽ പ്രോഗ്രാമൊന്നും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പോൾ സാധാരണ റെഗുലറായിട്ട് കുട്ടികൾ പങ്കെടുത്തതുപോലെ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് രാവിലെ വരേണ്ട യൂണിറ്റുകളിൽ നിന്നുള്ള കുട്ടികൾ രാവിലെയും, രണ്ടാമത്തെ കുർബാനയ്ക്ക് വരേണ്ട യൂണിറ്റുകളിൽ നിന്നുള്ള കുട്ടികൾ രണ്ടാമത്തെ കുർബാനയ്ക്കുമായിട്ട് ഇനി മുതൽ കുർബാനയ്ക്ക് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കുട്ടികളെ തന്നെ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ മാത്രം വന്നാൽ മതി. 5 വരെ അല്ലെങ്കിൽ 4ാം ക്ലാസ് ഉൾപ്പെടെയുള്ള കുട്ടികൾ 10 വയസ്സ് താഴെയുള്ളവരായിരിക്കും. അവർ വരണമെന്നില്ല. അല്ലാതെയുള്ള മുതിർന്ന കുട്ടികൾ 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 10 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾ, ഡിപ്ലോമ 2ാം വർഷം വരെയുള്ള കുട്ടികൾ ഇനി മുതൽ രാവിലത്തെയും രണ്ടാമത്തെയും കുർബാനയ്ക്കായിട്ട് അവരുടെ യൂണിറ്റിൽ നിന്നുള്ള ആ ആളുകൾ വരുന്ന കൂട്ടത്തിൽ കുട്ടികളും വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഓൺലൈൻ പരിപാടി ലൈവ് പ്രോഗ്രാം വിശുദ്ധ കുർബാനയ്ക്ക് ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ഞായറാഴ്ചയും കൂടി ഈ സമ്മാനങ്ങളെല്ലാം കൊടുക്കാനുള്ളത് കൊണ്ട് അടുത്ത ഞായറാഴ്ചയും കൂടി മാത്രമേ രാവിലത്തെ കുർബാനയ്ക്ക്, രണ്ടാമത്തെ കുർബാനയ്ക്ക് ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുകയില്ല. രാവിലത്തെ കുർബാനയ്ക്ക് ലൈവ് കുർബാന ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ചയും കൂടി മാത്രം. അത് കഴിഞ്ഞാൽ ലൈവ് പ്രോഗ്രാം വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ലാതെ ഉണ്ടാവുകയില്ല എന്ന കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പലരുമൊക്കെ കുർബാനയെക്കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ വാരാത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ലൈവ് കണ്ടു. ഇവിടെ ഞങ്ങൾക്ക് നോക്കിയാൽ അറിയാം ലൈവ് കണ്ടത് അവരെപ്പോഴൊക്കെയാണ്, ആരൊക്കെ ഏത് സമയത്താണ് ലൈവ് കണ്ടത്, അല്ലെങ്കിൽ എത്രമാത്രം കുർബാനയുടെ ഭാഗങ്ങൾ അവർ ലൈവായിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ചിലരൊക്കെ അറിയിപ്പുകളുണ്ടെങ്കിൽ അറിയിപ്പിൻ്റെ സമയത്ത് ഓൺ ചെയ്യും, ലൈവ് ഓൺ ചെയ്യും. ബാക്കി സമയത്ത് അപ്പോൾ പിന്നെ ഞങ്ങൾ ലൈവ് പ്രോഗ്രാം കുർബാനയിൽ ഞങ്ങൾ ലൈവ് കുർബാനയെ സംബന്ധിച്ചു എന്ന് പറയുന്നത് എന്താ അർത്ഥമായിരിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മുതൽ അങ്ങനെ ഉണ്ടാവരുത്. നമുക്ക് ഇളവുകൾ കിട്ടുന്നുണ്ട്, പക്ഷേ എല്ലാ ഇളവുകളും നമ്മൾ അതിൻ്റെതായ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ ആസ്വദിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് അബദ്ധങ്ങൾ പറ്റും. അതുകൊണ്ട് ഇളവുകൾ തരുമ്പോഴും കുറേയൊക്കെ നമ്മൾ ശ്രദ്ധ ഉണ്ടായിരിക്കണം. പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ഇത്രയും മാത്രം ഇളവ് കിട്ടുമ്പോൾ ഈ ഒരു പ്രത്യേക കാരണം വെച്ചുകൊണ്ട് ദിവ്യബലി സംബന്ധിക്കാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന കാര്യവും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ, കടമട ദിവസങ്ങളിൽ ദിവ്യബലിയെ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞായറാഴ്ചകളിൽ ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ച് യൂണിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. സാധാരണ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് യൂണിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ആഗ്രഹമുള്ളവർ എല്ലാവർക്കും വരാവുന്നതാണെന്ന കാര്യവും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പൊതു മാനദണ്ഡങ്ങൾ പാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വരുമ്പോൾ ചെരുപ്പ്, അത് പ്രധാനമായിട്ട് പറയാം, പ്രത്യേകിച്ച് വാതുക്കലിടരുത് ദയവ് ചെയ്ത്. ചെരുപ്പുകൾ കൂട്ടിങ്ങനെ കൂട്ടിയിട്ടേക്കേണ്ടത്. ഇപ്പോഴും ഞാൻ ആളുകൾ വിളിച്ച് ചോദിക്കുമ്പോൾ പറയണത്, അച്ഛാ ഞാൻ വന്നപ്പോൾ ചെരുപ്പ് ഇത് വരാതുണ്ടായതില്ല. ഓക്കെ, ശരിയായിരിക്കാം, ഞാൻ നോക്കി നിന്നില്ല, ആരാണ് പിന്നെ വന്നവരെ ചെരുപ്പ് കൂട്ടിയിട്ടത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ നോക്കുക, ഏതെങ്കിലും ചെരുപ്പാട് വേറെ ആരുടെയെങ്കിലും ചെരുപ്പ് കിടപ്പുണ്ടോ അവിടെ, അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ തന്നെ ചെരുപ്പ് പിന്നെ ഇടരുത്, അകത്തി ഇടാൻ പറ്റി ശ്രദ്ധിക്കുക. അതും വാതുക്കെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്, മറ്റത് ഇഷ്ടംപോലെ സ്ഥലം കിടക്കും അവിടെ, എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരത്തിൻ്റെ ആ വാതുക്കൽ കൊണ്ടിട്ടുക. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള നിബന്ധനകൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ്ക് ധരിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും അകലം പാലിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. നമുക്ക് തമ്പുരാന്റെ അനുഗ്രഹം നമുക്ക് നന്ദി പറയാം. ഈ ഒരു വർഷത്തിലും പ്രത്യേകിച്ച് നമുക്കറിയാം ഒത്തിരി വീണ്ടും വെല്ലുവിളികൾ, പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുക, ഭീഷണികളൊക്കെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അത് തീവ്ര വൈറസൊക്കെ പകർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇളവുകൾ ധാരാളം ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. തിയേറ്റർ വരെ അല്ലെങ്കിൽ എല്ലാ പരിപാടികളും, കലാപരിപാടികളൊക്കെ, പാർക്കും കാര്യങ്ങളൊക്കെ തുറന്ന് കൊടുത്തിട്ടുമുണ്ട്. ഇത്രയും തീവ്ര വൈറസ് ബാധിക്കുന്ന സമയത്താണ് പ്രതിഷേധിക്കുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കിട്ടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും, നമ്മൾ ഇളവുകളും നമ്മൾ ആസ്വദിക്കാൻ പോകണ്ട, അത് നമുക്ക് അപകടം ചെയ്യും. പക്ഷേ നമുക്ക്
പുറത്ത് മറ്റുള്ള കാര്യങ്ങൾ ആ ഇളവുകൾ ആസ്വദിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ ആത്മീയ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഗുണത്തെ ന്യായവും പറഞ്ഞുകൊണ്ടാവും അത് നമ്മൾ ഉണ്ടാവരുത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുർബാനയ്ക്ക് വരാൻ ശ്രമിക്കുക. നമ്മൾ തമ്പുരാനുണ്ട് നമ്മൾ അനുഗ്രഹത്തിയോട് പ്രാർത്ഥിക്കാം. കൂടുതൽ വ്യാപനം ഉണ്ടാവാതിരിക്കുവാൻ, പ്രത്യേകിച്ച് പുതിയ വൈറസ് അത് കൂടുതൽ വ്യാപിക്കാതിരിക്കുവാനായിട്ട് കൂടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് സമാപന ആശീർവാദത്തിൻ്റെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. നമ്മുടെ എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി അവിടുത്തെ മാപ്പ് ചോദിച്ച് നമ്മുടെ ഇടവ കുടുംബത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച്, അതുപോലെ തന്നെ ജൂബിലി വർഷം 25 വർഷവും 50 വർഷവും 2020 ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ജൂബിലിക്കാരെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ദിവസം പ്രാർത്ഥിക്കാം, അവരനുമോദിക്കാം. 11 പേരോളം, അതിൽ 10 പേര് സ്ഥലത്തുണ്ട്, ഒരാളുടെ സ്ഥലത്തില്ല. 11 ദമ്പതികൾ 25 വർഷം ആഘോഷിക്കുന്നവരുണ്ട്. 2 ദമ്പതികൾ 3 പേരുണ്ട്, അതിലൊരാളുടെ പങ്കാളി മരിച്ചുപോയി, ജീവിത പങ്കാളി മരിച്ചുപോയത് കൊണ്ട് ബാക്കി 2 ദമ്പതികൾ ജീവിച്ചിരിക്കുന്നവർ 50 വർഷം ജൂബിലി ആഘോഷിക്കുന്നവരുണ്ടായിരുന്നു രാവിലെ. അവരെയും ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി അവരെ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. വീണ്ടും ദൈവാനുഗ്രഹം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളിതുവരെ അവരുടെ ജീവിതത്തിൽ ദൈവം യോജിപ്പിച്ച ആ നിമിഷം 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ആ ദൈവം യോജിപ്പിച്ച ആ ഒരു ഐക്യവും ഇന്ന് വരെയും മുറിഞ്ഞു പോകാതെ കുറയാതെ കാത്തു സൂക്ഷിക്കുവാൻ ആ വചനം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം. അപ്രകാരം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ് ഇന്നും അവർ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ തെളിവാണത്. അതുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ, നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം നമുക്കറിയാം. പ്രായമായവർ പ്രത്യേകിച്ചും അവരൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധിയിലൂടെയും ഭയത്തിലൂടെയൊക്കെയാണ് പോവുക. അപ്പോൾ അവരെല്ലാം ആരോഗ്യത്തിന് അവരെ കാത്തുകൊള്ളണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമി വെളിവഴിയാ നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. വേദി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്നെ നഗരത്തിൽ മാലാഖമാരത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ജനബന്ധനക്കാര് ആരെങ്കിലും ഉണ്ടോ? വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.